Coming to the next value of simulation. Simulation not only helps the students to learn the decision making process but also provides a feedback regarding the consequences of a decision made. So whenever simulations are practiced, the teacher will be closely monitoring the students regarding their various decisions made or behavior they have exhibited in the simulation process, and rather than merely making them learn the decision making process, we will also give a feedback regarding the consequences of the decision made. സോ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ കുട്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുട്ടി എടുക്കുന്ന ഓരോ ഡിസിഷനും എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുക, അതൊരു പോസിറ്റീവ് കോൺസിക്വൻസ് ആണോ എടുക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് കോൺസിക്വൻസ് ആണോ ഉണ്ടാക്കുക എന്നുള്ള ഫീഡ്ബാക്ക് കൂടി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് മാത്രമല്ല പഠിക്കുക, അവരെടുക്കുന്ന ഓരോ ഡിസിഷനും എങ്ങനെയാണ് പേഷ്യൻറ്റിനെ എഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലിനിക്കൽ സെറ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യുക എന്നും കൂടെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും കുട്ടികൾക്ക് പറ്റും. സോ ദേ വിൽ gradually take up the best decision in the best possible clinical scenario. So in simulated environment, the students learn the decision making process by making decisions rather than simply grasping the related theory, and a feedback is given to the student at the end of the simulation so that they will get to know how each of their decision affects that particular situation. സോ ഇതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. സിമുലേഷൻ ചെയ്യുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് മാത്രമല്ല, അതിനൊപ്പം കുട്ടികൾ എടുക്കുന്ന ഓരോ ഡിസിഷനും എങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ക്ലിനിക്കൽ സെറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫീഡ്ബാക്ക് കൂടി കുട്ടികൾക്ക് കിട്ടും. സോ ദാറ്റ് ദേ ഗ്രാജുവലി ദേ ക്യാൻ ടേക്ക് അപ്പ് ദ ബെസ്റ്റ് ഡിസിഷൻ പോസിബിൾ. The next is simulations, especially role play, enables the students to empathize with real life situation. സോ ഇങ്ങനെ ഒരു റോൾ പ്ലേ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഇനാക്ട് ചെയ്യുമ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഉള്ള ആൾക്കാരുടെ ആ ഒരു ഇമോഷൻസ് അതിനെ ഒന്ന് ഉൾക്കൊള്ളാൻ കൂടി കുട്ടികൾക്ക് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് കൂടി മനസ്സിലാക്കുമ്പോൾ അവരോട് ഇത്തിരി കൂടി നന്നായിട്ട് പെരുമാറാനായിട്ടും ഈ കുട്ടികൾക്ക് പറ്റും. So simulations, especially the role play, enables the students to empathize with the real life situations. The next is, through simulation, teacher can easily inculcate proper attitude among nursing students. So simulation ചെയ്യുമ്പോൾ നഴ്സിംഗിന് എസെൻഷ്യൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് കുട്ടികളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു നഴ്സ് എഡ്യൂക്കേറ്ററിന് പറ്റും. സോ ഇൻകൾക്കേറ്റിംഗ് പ്രോപ്പർ ആറ്റിറ്റ്യൂഡ്, ആസ് യു ഓൾ നോ, ഇസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ബട്ട് എ nurse educator cannot ignore this. എന്തുകൊണ്ടാണ്? ബിക്കോസ് proper attitude is very essential in practicing or it is very essential in good nursing practice. Simulation helps the students to recognize the need for proper attitude in giving comprehensive nursing care and helps them to inculcate a positive attitude essential for successful nursing career. So ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. Whenever simulations are done, the nurse educators can also inculcate a proper attitude into nursing students, and this proper attitude is very essential for the successful practice of nursing profession. And lastly, simulation can be used to evaluate students. So നമ്മൾ പറഞ്ഞു സിമുലേഷനിൽ ഓരോ കുട്ടിയും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ടീച്ചർ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയുടെയും പെർഫോമൻസ് സ്കിൽ, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, എബിലിറ്റി എന്താണ്, EQ, അവരുടെ ഇമോഷണൽ കോഷ്യൻ്റ് എന്താണ്,
ഈ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. And here various questions can be asked like which teaching method would you select? ഇത് എക്സ്പെഷ്യലി ടീച്ചിങ് പേർപ്പസിന് അല്ലെങ്കിൽ നേഴ്സ് ടീച്ചേഴ്സിനെ എന്താ പ്രിപ്പയർ ചെയ്യുമ്പോൾ യു ക്യാൻ യൂസ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വിച്ച് ടീച്ചിങ് മെത്തേഡ് വുഡ് യു സെലക്ട്. ഒരു ക്ലിനിക്കൽ സിനേറിയോ കൊടുത്തിട്ട് ഇത് കുട്ടികളെ പഠിപ്പിക്കാൻ ഏത് ടീച്ചിങ് മെത്തേഡാണ് നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ, എന്തുകൊണ്ടാണ് ഈ മെത്തേഡ് സെലക്ട് ചെയ്യുക. ലിസ്റ്റ് ഡൗൺ ദ ടെക്നിക്സ് യു വുഡ് അഡോപ്റ്റ് ഇൻ ഓർഡർ ടു മേക്ക് ദ സെഷൻ മോർ ഇൻട്രസ്റ്റിംഗ് ടു ദ സ്റ്റുഡൻസ്. ഈ ഒരു സിറ്റുവേഷൻ പഠിപ്പിക്കാനായിട്ട് എന്തൊക്കെ ടെക്നിക്സ് ആണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സോ ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഈ ഒരു സിമുലേഷൻ വഴി സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സിനോട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെയർ ബൈ വി ക്യാൻ ഇവാലുവേറ്റ് ദ സ്റ്റുഡൻസ്. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ടീച്ചിങ് നഴ്സിംഗ്. ഇനിയിപ്പോൾ സാധാരണ ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ കുട്ടികളെ ചെയ്യുമ്പോൾ തന്നെ വി ക്യാൻ ഇവാലുവേറ്റ് എ സ്റ്റുഡൻറ്റ് ബൈ കെയർഫുള്ളി ഒബ്സർവിങ് ഹൗ ദ സ്റ്റുഡൻറ്റ് ബിഹേവ്സ്, ഹൗ ദ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേറ്റ്, ഹൗ ഇസ് ദ ടീം വർക്ക് ഓഫ് ദ സ്റ്റുഡൻറ്റ്, ഹൗ ഇസ് ദ ഇൻട്രാക്ഷൻ ഓഫ് ദ സ്റ്റുഡൻറ്റ്. ഇതൊക്കെ വെച്ചിട്ട് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് സിമുലേഷൻ. Now coming to the role of a teacher in a simulation. So role of a teacher 3 ഫേസസിലാണ് നമ്മൾ പറയുക. പ്ലാനിംഗ് ഫേസ്, ഫെസിലിറ്റേറ്റിംഗ് ഫേസ് ആൻഡ് ഡീബ്രീഫിംഗ് ഫേസ്. Let's see one by one. First in the planning phase. Initially, whenever a simulation is planned, the teacher has to purchase a simulation package or develop an appropriate simulation capable of achieving the course objective. സോ എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ കോഴ്സ് ഒബ്ജക്റ്റീവിനോട് അനുസൃതമായ അതിന് ചേർന്ന രീതിയിലുള്ള ഒരു സിമുലേഷൻ പാക്കേജ് പർച്ചേസ് ചെയ്യണം. അല്ലെങ്കിൽ അതിനനുസൃതമായ ഒരു സിമുലേഷൻ സിനേരിയോ നമ്മൾ സെറ്റപ്പ് ചെയ്യണം. സിമുലേഷൻ പാക്കേജ് എന്ന് പറയുമ്പോൾ അതിനുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡമ്മീസ്, മാനിക്വിൻസ്, ഇതൊക്കെയാണ് സിമുലേഷൻ പാക്കേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡെവലപ്പ് ആൻ അപ്രോപ്രിയേറ്റ് സിമുലേഷൻ എന്ന് പറയുമ്പോൾ അതിന് യോജിച്ച് റോൾ പ്ലേ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ചേർന്ന ഒരു ക്ലിനിക്കൽ സിനേരിയോ ഒരുക്കുന്ന പ്രോസസ്സാണ് ഇത്. സോ ഇൻ ദ ഫസ്റ്റ് ഫേസ് the teacher has to purchase a simulation package or develop an appropriate simulation capable of achieving the course objective. Course objective achieve ചെയ്യാനായിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള രീതിയിലെ ഒരു സിമുലേഷൻ പ്ലാൻ ചെയ്യുകയാണ് ടീച്ചറിൻ്റെ ആദ്യത്തെ റോൾ. The next is, before using the simulation, the teacher should ensure the usefulness of simulation. നമ്മൾ ഒരു സിമുലേഷൻ്റെ റഫ് പ്ലാനൊക്കെ ഉണ്ടാക്കി അത് നടത്തുന്നതിന് മുമ്പേ ഇതുകൊണ്ട് കുട്ടികൾക്ക് എന്താണ് പ്രയോജനം എന്ന് വിലയിരുത്തണം. യൂസ്ഫുൾ ആയിട്ടുള്ള സിമുലേഷൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ദീസ് ആർ ദ ഫസ്റ്റ് 2 തിങ്സ് വിച്ച് ഇസ് ടു ബി ഡൺ ഇൻ ദ പ്ലാനിങ് ഫേസ്. ഇത് കഴിഞ്ഞിട്ട് ഷീ ഷുഡ് ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു പ്രിപ്പയർ ദംസെൽഫ് ഫോർ സിമുലേഷൻ by providing references and directing to other sources of information. സോ CPR എന്താണ് എന്നൊന്നും പഠിപ്പിക്കാതെ നേരെ ഒരു സിമുലേഷനൊക്കെ പ്ലാൻ ചെയ്തിട്ട് കുട്ടികൾക്കൊരു ഡമ്മിയൊക്കെ കൊടുത്ത് ഇയാൾക്ക് കാർഡിയാക് അറസ്റ്റാണ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. CPRൻ്റെ സ്റ്റെപ്സ് അറിയണം, അതിൻ്റെ ഓരോ സ്റ്റെപ്പ്, ചെസ്റ്റ് കംപ്രഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണം, എങ്ങനെയാണ് കൈ പൊസിഷൻ ചെയ്യേണ്ടതെന്ന് അറിയണം, അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. സോ ഇങ്ങനെ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ അഡീഷണൽ റീഡിങ്ങിനായിട്ടുള്ള മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്ത് കുട്ടികളെ ഒരുക്കുക കൂടെ ചെയ്യണം ഒരു ടീച്ചർ. Irrespective of the type of simulation, the teacher should plan to involve all students in one way or other as actors, discussion members and observers. സോ ഒരു സിമുലേഷൻ ചെയ്യുമ്പോൾ ആ ഒരു സെറ്റിങ്ങിലുള്ള എല്ലാ കുട്ടികളെയും ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് ഒരു ടീച്ചർ പ്ലാൻ ചെയ്യണം. ചിലപ്പോൾ അവർ ഒരു റോൾ പ്ലേയിലെ ആക്ടേഴ്സ് ആയിട്ടാവാം, അല്ലെങ്കിൽ റോൾ പ്ലേ കഴിഞ്ഞിട്ട് ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് അതിലെ ഡിസ്കഷൻ മെമ്പേഴ്സ് ആയിട്ടാവാം, അല്ലെങ്കിൽ ആ റോൾ പ്ലേയുടെ ഒബ്സർവേഴ്സ് ആയിട്ടാവാം. ഇങ്ങനെ ഓരോ രീതിയിലും എല്ലാ കുട്ടികളും പങ്കുകൊള്ളുന്നു എന്ന് ഒരു ടീച്ചർ ഉറപ്പുവരുത്തണം. She should encourage shy and reluctant students to participate in simulation. സോ മടിച്ചു മാറി നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂടി ഉൾക്കൊള്ളിക്കേണ്ടത് ഒരു ടീച്ചറിൻ്റെ റോളാണ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് തിങ്സ് വിച്ച് ആർ ഡൺ ഇൻ ദ planning phase by the teacher.